So guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് വേവ്സിന്റെ ഫൈനൽ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. +1 ചാപ്റ്ററിന്റെയും ഫൈനൽ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് എല്ലാം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ഇതിന് മുൻപുള്ള ചാപ്റ്റേഴ്സിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. A string is cut into 3 equal parts having fundamental frequencies n1, n2, n3 respectively. Original fundamental frequency n related to the expression as. അതായത് ഒരു സ്ട്രിങ് അതിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ 3 പാർട്ടാക്കി. ഇപ്പോൾ ഒന്നിന്റെ ലെങ്ത് L1, മറ്റേതിന്റെ ലെങ്ത് L2, മറ്റേതിന്റെ ലെങ്ത് L3. L1 ഫണ്ടമെന്റൽ ഫ്രീക്വൻസി L1, N2 ഇവിടുത്തെ N3 ആണെന്ന് വിചാരിക്കും. 3 പാർട്ടിന്റെയും കറസ്പോണ്ടിങ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി N1, N2, N3. സോ ഈ മുറിക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു ലെങ്ത്തിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താണെന്ന് ചോദ്യം. മനസ്സിലായോ? ഒരു സ്ട്രിങ് ലെങ്ത് L, അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി N ആണെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് മുറിച്ച ശേഷം ഇൻഡിവിജ്വൽ പാർട്ടിന്റെ ഫ്രീക്വൻസി N1, N2, N3 ആണെങ്കിൽ ആക്ച്വൽ പാർട്ടിന്റെ ആക്ച്വൽ ലെങ്ത്തിന്റെ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ തന്നെ നമുക്കറിയാം. n = 1/2L √T/μ ആണ്. T ടെൻഷൻ, μ ലീനിയർ ഡെൻസിറ്റി, ക്ലിയർലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലേ? അപ്പൊ ടോട്ടൽ ലെങ്ത് നമുക്കറിയുന്നത് L1 + L2 + L3 ആണെങ്കിൽ കറസ്പോണ്ടിങ് നമുക്ക് എങ്ങനെ എഴുതാം? 1/n = ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? 1/n1 + 1/n2 + 1/n3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഓപ്ഷൻ എന്ത് എഴുതാം? എ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം അതേപോലത്തെ ഒരു ചോദ്യമാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ടോട്ടൽ ലെങ്ത് 100 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഫ്രീക്വൻസിന്റെ റേഷ്യോ ഇപ്പൊ നമ്മള് വാട്ട് ഷുഡ് ബി ദി പൊസിഷൻ ഓഫ് 2 ബ്രിഡ്ജസ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വയർ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മളിവിടെ 2 ബ്രിഡ്ജ് വെക്കുന്നു. സോണോമീറ്റർ എക്സ്പെരിമെന്റ്. ഇവിടുത്തെ ലെങ്ത് L1, ഇതിന്റെ ലെങ്ത് L2, ഇതിന്റെ ലെങ്ത് L3. ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട് 100 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിന്റെ റേഷ്യോ 1:3:5 ആണെങ്കിൽ വാട്ട് ഈസ് L1, വാട്ട് ഈസ് L2 എന്നാ ചോദ്യം. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1:3:5 ആണെങ്കിൽ ലെങ്ത്തിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് വരും അല്ലേ? കാരണം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇപ്പൊ പറഞ്ഞുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 15:5 എന്ന് കിട്ടും. ലെങ്ത്തിന്റെ റേഷ്യോ 15:5:3. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 15x എന്ന് എടുക്കാം ലെങ്ത് L1, അതേപോലെ 5x എന്ന് എടുക്കുക, 3x എന്ന് എടുക്കുക. അപ്പൊ ടോട്ടൽ 15x + 5x + 3x ആണ് 100 തന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ 23x ആണ് 100. അപ്പൊ x = എന്ത് കിട്ടും? 100/23 സെന്റിമീറ്റർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ലെങ്ത് എത്രയാ? 15x അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 15 × 100/23 ചെയ്താൽ മതി. 1500/23 എന്ന് കിട്ടും. രണ്ടാമത്തെ ലെങ്ത് 5x അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 5 × 100/23 ചെയ്താൽ മതി. 500/23 എന്ന് കിട്ടും. അത് നമുക്ക് ഓപ്ഷൻ ചെയ്യുന്ന കിട്ടും. 1500/23 ഉം 500/23. ഓക്കെ, അടുത്ത ചോദ്യം പറഞ്ഞുള്ളൂ. ടെൻഷൻ ആൻഡ് ഡയമീറ്റർ ഓഫ് എ സോണോമീറ്റർ വയർ ഹാവിംഗ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി n is doubled. ഡെൻസിറ്റി ഹാഫും ആയി. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും? ആദ്യം എന്തൊക്കെയാ സംഭവിക്കുന്നത്? ടെൻഷൻ എന്ന് പറയുന്നത് ഡബിൾ ആയി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താവുന്നല്ലേ ചോദ്യം? N2 = എന്താവുന്നല്ലേ ചോദ്യം? ഡയമീറ്റർ ഡബിൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയസ് ഡബിൾ ആവുന്നു എന്ന് എഴുതാം. ഡയമീറ്റർ ഡബിൾ ആവുന്ന വെച്ചെടുത്ത് എന്താ? റേഡിയസ് ഇസ് ഡബിളിങ്. ഡെൻസിറ്റി ഹാഫ് ആവുക ചെയ്യുന്നത്. ഡെൻസിറ്റി ഹാഫ് ആവുന്നു. നമുക്ക് റോ എന്ന് എഴുതാം ഡെൻസിറ്റിക്ക്.
ഡെൻസിറ്റി ഹാഫ് ആയി. n2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആദ്യം ഇക്വേഷൻ എന്താ? 1/2L റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. ടി ആണ് ടെൻഷൻ, മ്യൂ എന്താ? ലീനിയർ ഡെൻസിറ്റി ആണ്, പൈ ആർ സ്ക്വയർ. മ്യൂ എന്ന് വെച്ചാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ലീനിയർ ഡെൻസിറ്റി എന്നൊക്കെ വിളിക്കും. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു റോ ആണ്. അപ്പൊ നിങ്ങൾക്ക് 1/2LR ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ പൈ റോ എന്ന് കിട്ടും, വിച്ച് മീൻസ് n proportional to root of t by root rho into 1/r എന്ന് കിട്ടും. n proportional to 1/r into root of t by rho എന്ന് കിട്ടും. അപ്പൊ n2/n1 equal to എന്ത് കിട്ടും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r അല്ലേ, r1/r2 എന്ന് കിട്ടും. റൂട്ട് t1/t2 എന്ന് കിട്ടും. റൂട്ട് ρ1/ρ2 തിരിച്ചു വരും അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ r1/r2 ന് 1/2 എന്ന് കൊടുക്കുക, റൂട്ട് t1/t2 ന് 2 എന്ന് കൊടുക്കുക, റൂട്ട് ρ1/ρ2 എന്ന് വെച്ചാൽ എത്രയാ? അതും 2 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് 1 എന്ന് കിട്ടും, അല്ലെങ്കിൽ n2 equal to n1 എന്ന് തന്നെ കിട്ടും. n2 equal to n1, that is n എന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. A cylindrical tube open at both ends has fundamental frequency f. ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഉണ്ട്, അതിന്റെ ലെങ്ത് എല്ലാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് തന്നിട്ടുണ്ട്. ദിസ് ട്യൂബ് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ സോ ദാറ്റ് ഹാഫ് ഓഫ് ദി ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ അല്ലേ. ഈ സാധനം നമ്മൾ എന്ത് ചെയ്തു? ഒരു വെള്ളത്തിൽ മുക്കി വെച്ചു. അതിന്റെ ഹാഫ് എന്തായി? വെള്ളത്തിലും ബാക്കി പകുതിയാണ് പുറത്ത്. അപ്പൊ എയറിലുള്ള ലെങ്ത് L/2 ആയിട്ട് മാറി അല്ലേ. L ഉണ്ടായിരുന്നത് L/2 മാത്രമല്ല, ഫസ്റ്റ് കേസിൽ ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ നൗ ഇറ്റ് ബിക്കംസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഈ വാട്ടർ കാരണം ഒരെൻഡ് ക്ലോസ്ഡ്, ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ക്ലോസ്ഡ് പൈപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നമുക്കറിയാം, v/2 into L dash. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി v/2 into L dash, that is v/2 into L dash is equal to നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ എന്താ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി? v/2L അല്ലേ. ഓപ്പൺ പൈപ്പിനാണ്, സോറി, v/2L. ഓപ്പൺ പൈപ്പിനാണ് v/2L, ക്ലോസ്ഡ് പൈപ്പിന്റെ v/4 ആണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ v/4L ആണ്. L ഡാഷിന് L/2 എന്ന് കൊടുക്കുക. L ഡാഷിന് L/2 എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? v/2L എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് f ഇറ്റ്സെൽഫ്. v/2 എന്ന് വെച്ചാൽ f ആണ്. അപ്പൊ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കുന്നില്ല? മാറ്റം വരുന്നില്ല. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഗിത്താർ, 2 ഗിത്താർ സ്ട്രിങ്സ് എ ആൻഡ് ബി, ഓക്കെ, സെയിം മെറ്റീരിയൽ ആണ്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ബീറ്റ്സ് എന്ന് വെച്ചാൽ വ്യത്യാസമാണ്, ഫ്രീക്വൻസി തമ്മിലുള്ള വ്യത്യാസം 6 ഹെർട്സ് ആണ്. അതിൽ ബീന്റെ ടെൻഷൻ സ്ലൈറ്റ്ലി കുറച്ചു, അപ്പൊ ബീറ്റ് 7 ആയിട്ട് മാറി. അതിൽ എയുടെ ഫ്രീക്വൻസി 530 ആണെങ്കിൽ ബി എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എയുടെ ഫ്രീക്വൻസി 530 എന്ന് തന്നിട്ടുണ്ട്. ബീറ്റ്സ് 6 ആണെന്ന്. ബീറ്റ്സ് 6 എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 530-നേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ 530-നേക്കാളും കുറവായിരിക്കും. ബി എന്ന് പറയുന്ന ഫ്രീക്വൻസി ഏതർ 530 പ്ലസ് 6 536 ആയിരിക്കും, അല്ലെങ്കിൽ 530 മൈനസ് 6 എന്തായിരിക്കും? 524 ആയിരിക്കും. ഈ രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ആയിരിക്കും ഉത്തരം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഡിയും നെഗ്ലക്ട് ചെയ്യാം, ഓപ്ഷൻ എയും നെഗ്ലക്ട് ചെയ്യാം. ഇനി എന്താ സംഭവിക്കുന്നത്? ബിന്റെ ടെൻഷൻ നമ്മൾ കൂട്ടി, ടെൻഷൻ എന്ത് ബി കുറച്ചു, സോറി, ടെൻഷൻ കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം ഫ്രീക്വൻസിയും ടെൻഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലെ. അപ്പൊ ടെൻഷൻ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കുറയും. ടെൻഷൻ കുറച്ചാൽ ഫ്രീക്വൻസി കുറയും. ഇത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫ്രീക്വൻസി കുറഞ്ഞ 535 എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞിട്ട് 523 എന്ന് വിചാരിക്കും. ചോദ്യം എന്താ? ബീറ്റ്സ് 7 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞത്. ബീറ്റ്സ് എന്ന് വെച്ചാൽ വ്യത്യാസം. അപ്പൊ ഇവിടെ എ ആയിട്ടുള്ള ഇപ്പൊ വ്യത്യാസം എന്തായി? 7 ആയി. പക്ഷെ ഇവിടെ എത്രയായി? വ്യത്യാസം 5 ആയുള്ളൂ. അവര് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എത്ര കിട്ടണം? നമുക്ക് 7 ആണ് വ്യത്യാസം കിട്ടുന്നത്. 7 വ്യത്യാസം കിട്ടുന്നത് ഏത് ഫ്രീക്വൻസിയാ? 524 ആണ്. 524 ആണ് കുറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രീക്വൻസി കൂടുന്നു, ബീറ്റ്സ് കൂടുന്നു. 524 ടെൻഷൻ കുറയുമ്പോൾ ഫ്രീക്വൻസി കുറയും. അപ്പൊ ബീറ്റ്സ് 6-നേക്കാളും കൂടി എന്തായിട്ട് മാറും? 7 ആയിട്ട് മാറും. ഓപ്ഷൻ ബി കിട്ടും. ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഫൈനൽ ഫ്രീക്വൻസി ഓഫ് ബി എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഫൈനൽ ഫ്രീക്വൻസി ചോദിക്കുകയാണെങ്കിൽ 523 ആയിരിക്കും അല്ലെ. പക്ഷെ അവർ ചോദിക്കുന്നത് ഒറിജിനൽ ഫ്രീക്വൻസി ആണ്. ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി എന്താണ്? 524 ആണ്. ഓക്കെ,
അടുത്ത ചോദ്യം. ഇപ്പൊ ചെയ്തു പോയിട്ടുള്ള ഒരു ചോദ്യമാണ്. A source of unknown frequency produce 4 ബീറ്റ് നോൺ ഫ്രീക്വൻസി 250. നമുക്ക് തൽക്കാലം നോൺ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എ എന്ന് എടുക്കാം, അത് 250 ആണ്. ബീറ്റ്സ് 4 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ +4 ആയിരിക്കും അല്ലെങ്കിൽ -4 ആയിരിക്കും. സോ ബി എന്ന് പറയുന്ന ഫ്രീക്വൻസി 250 +4 ആയിരിക്കും, അല്ലെങ്കിൽ 250 -4 246 ആയിരിക്കും അല്ലെ. ഓപ്ഷൻ നമുക്ക് ബി നെഗ്ലക്ട് ചെയ്യാം, അതേപോലെ ഓപ്ഷൻ എ നെഗ്ലക്ട് ചെയ്യാം. ഇനി സെക്കൻഡ് ഹാർമോണിക് ഓഫ് ദി അൺനോൺ ഫ്രീക്വൻസി എന്നാ പറയുന്നത്, ബിയുടെ സെക്കൻഡ് ഹാർമോണിക്. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഹാർമോണിക് എന്ന് വെച്ചാൽ ഇതിന്റെ ഡബിൾ ആണ്. സെക്കൻഡ് ഹാർമോണിക് മീൻസ് ഡബിൾ ആണ്. അപ്പൊ ഇവിടെ 254 ഡബിൾ എത്രയാ? 508 എന്ന് കിട്ടും. അല്ലെങ്കിൽ 256ന്റെ ഡബിൾ എത്രയാ? 246ന്റെ ഡബിൾ 492 എന്ന് കിട്ടും അല്ലെ. അവിടെ ഇരിക്കട്ടെ. ഈ സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുന്നത് എന്താ? 5 ബീറ്റ്സ് കിട്ടും. ആരുമായിട്ട്? 513ആയിട്ട്. 513ആയിട്ട് 5 ബീറ്റ്സ്. അപ്പൊ 513 ആയിട്ടുള്ള വ്യത്യാസം 5 ആയിരിക്കണം. ഈ 492ഉം 513 ആണെങ്കിൽ ഡിഫറൻസ് വ്യത്യാസം എത്രയാ? എത്രയാ? 5 അല്ല. അപ്പൊ ഇതെന്തായാലും വരില്ല. 598ഉം 513ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 513ഉം 508ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5 ആണ്. അവര് പറഞ്ഞ പോലെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 5 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം ബിയുടെ ഒറിജിനൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 254 ആണ്. ബിയുടെ ഒറിജിനൽ ഫ്രീക്വൻസി എത്ര? 254. ഓക്കെ. നമ്മുടെ അടുത്ത ചോദ്യം. Three sound waves of equal amplitude have frequencies ഉണ്ട് n-1, n+1 സൂപ്പർഇമ്പോസ് ചെയ്ത number of beats per second. ഒന്നുമില്ല കേട്ടോ. നമ്പർ ഓഫ് ബീറ്റ്സ് കിട്ടണമെങ്കിൽ മാക്സിമം മൈനസ് മിനിമം ചെയ്താൽ മതി. മാക്സിമം ഫ്രീക്വൻസിയും മിനിമം ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബീറ്റ്സ്. അപ്പൊ n+1ഉം n-1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ. സോ മാക്സിമം മിനിമം തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഈ ഒരു ചോദ്യം നോക്കാം. രണ്ട് ഇക്വേഷൻ വന്നിട്ട് ബീറ്റ്സ് എന്താണെന്ന ചോദ്യം, നമ്പർ ഓഫ് ബീറ്റ്സ് പെർ മിനിറ്റ്. അപ്പൊ ഇവിടെ ω1 എന്ന് പറയുന്നത് 500 പൈ ആണ്. ω2 എന്ന് പറയുന്നത് 506 പൈ ആണ് അല്ലെ. അപ്പൊ n1 can be written as ω1/2π, that is 500 π/2π ചെയ്യുമ്പോൾ 250 എന്ന് കിട്ടും. n2 ചെയ്യുമ്പോൾ ω2/2π ചെയ്യുമ്പോൾ 506 π/2π ചെയ്യുമ്പോൾ 253 എന്ന് കിട്ടും. 253 അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ബീറ്റ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ബീറ്റ്സ് 253 - 250, that is 3. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ഉത്തരം ഡി എന്ന് എഴുതും. അപ്പൊ നിങ്ങൾക്ക് -1 മാർക്കും കിട്ടും. എന്തുകൊണ്ടാ? കാരണം ഇവിടെ നമ്മൾ ω എന്നൊക്കെ പറയുന്നത് ഹെഡ്സിലാണല്ലോ, ഇത് പെർ സെക്കൻഡാ. ഒരു സെക്കൻഡിലാണ് 3 ബീറ്റ്സ് കിട്ടുന്നത്. അപ്പൊ ഒരു മിനിറ്റിൽ എത്ര കിട്ടും? ബീറ്റ്സ്? ഒരു സെക്കൻഡിൽ 3 എണ്ണം കിട്ടുമെങ്കിൽ ഒരു മിനിറ്റിൽ 60 × 3 കിട്ടില്ലേ? 150 ബീറ്റ്സ് കിട്ടും. ഓക്കെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യം നോക്കാം. 2 വേവ്സ്, ഒന്നാമത്തെ λ1 തന്നിട്ടുണ്ട്, λ2 തന്നിട്ടുണ്ട്, ബീറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ, ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്താണെന്ന ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ഫ്രീക്വൻസി നമുക്ക് v/λ1 എന്ന് എഴുതാം. രണ്ടാമത്തെ ഫ്രീക്വൻസി v/λ2 എന്ന് എഴുതാം. സോ ബീറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി അല്ലെ. അപ്പൊ v/λ1 - v/λ2 ചെയ്യാം. അപ്പൊ 12 = v/50 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എത്രയാ? നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 50 × 10⁻⁻² മീറ്റർ ആണ്. ഇവിടെ v/51 × 10⁻⁻² മീറ്റർ ആണ്. അപ്പൊ 10⁻² മുകളിൽ പോയ 100 ആകും. v കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ 1/50 - 1/51 എന്ന് വരും. സോ 100v ഇവിടെ LCM ഒക്കെ എടുത്തു കഴിയുമ്പോൾ 1/50 × 51 എന്ന് കിട്ടും. That is 12 = 2v/51 എന്ന് കിട്ടും.
or v equal to 12 into 51 by 2 എന്ന് കിട്ടും. 6 into 51 എന്ന് കിട്ടും. 306 എന്ന് കിട്ടും. 306 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ഡോപ്ലർ ഇഫക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം ഡോപ്ലർ ഇഫക്റ്റിന്റെ ഇക്വേഷന്റെ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു നമുക്കറിയാലോ, അത് ഞാൻ പറയാം. ഇവിടെ രണ്ട് കാർ അപ്രോച്ചിങ് ഈച്ച് അതർ. ഓക്കെ, ഇപ്പൊ ഒരു കാർ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, മറ്റേ കാർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്നുണ്ട്. ഒരു കാറിലെ ആള് ഹോൺ അടിക്കുന്നു, മറ്റേ ആള് കേൾക്കാണ്. അപ്പൊ ഒരാൾ നമുക്ക് എന്തായിട്ട് എടുക്കാം? സോഴ്സ് ആയിട്ട് എടുക്കാം. മറ്റേ കാർ എന്തായിട്ട് എടുക്കാം? ഒബ്സർവർ ആയിട്ട് എടുക്കാം. രണ്ടിന്റെയും സ്പീഡ് ഓക്കെ വി എസ് 22 ഒബ്സർവറിന്റെ സ്പീഡ് എന്ത് തന്നെയാണ്? 22 തന്നെയാണ്. അല്ല, ഫസ്റ്റ് കാറാണ് സോഴ്സിൽ, അത് 22, മറ്റേത് 16.5 തന്നിരിക്കുന്നു. ഒബ്സർവർ ലിസൺ ചെയ്യുന്ന ആള് 16.5 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 ഹെർട്സ് തന്നിട്ടുണ്ട്. സൗണ്ടിന്റെ സ്പീഡ് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് ഫ്രീക്വൻസി എന്താണെന്നാ ചോദ്യം. ഓക്കെ, അപ്പൊ ബോത്ത് മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ ആണെങ്കിൽ, when both sound and source moving towards each other ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു v plus VO by V minus VS ആണ്. ഓക്കെ, that is 400 into 340 എന്നെഴുതിയിരിക്കുന്നു plus 22 by 340 minus 16.5 കിട്ടും. 400 into 352 divided by 340 minus 16.5 എത്ര വരും? 340 minus 17. 340 minus 17 എന്ന് വെച്ചാൽ 323.5 കിട്ടും. 0.5 കിട്ടും അല്ലേ? എന്തായാലും ഇതെന്ത് കിട്ടും? 300 എത്ര കിട്ടുമോ? ഇത് കാൽക്കുലേഷൻ ആണ് പ്രശ്നം. ഇതിന്റെ ആൻസർ എന്ത് വരും കാൽക്കുലേഷൻ ചെയ്യുമ്പോ? അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കാം. ഐ തിങ്ക് അപ്രോക്സിമേറ്റ്ലി 448. 400നേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. എയും ഡിയും ആയിരിക്കില്ല. 400നേക്കാൾ എന്തായാലും കൂടുതലായിരിക്കും. അത് ചെയ്യുമ്പോൾ നിയർലി 448 കിട്ടുമായിരിക്കും കേട്ടോ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സോ വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലും ഇതേപോലെ രണ്ട് സോഴ്സ് ഉണ്ട്. ആരൊക്കെ സോഴ്സ്? പിയും ഉണ്ട്, അതേപോലെ ക്യൂവും, രണ്ടും സോഴ്സ് ആണ്. രണ്ടുപേരും വെലോസിറ്റി തരാത്തോണ്ട് ടേക്ക് ഇറ്റ് ആസ് റെസ്റ്റ്. രണ്ടുപേരും റെസ്റ്റിലാണ്. ഒരു ലിസണർ എന്ന് പറയുന്നത് പി നിന്ന് ക്യൂയിലേക്ക് പോവാണ്. ഒബ്സർവർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മൂവിങ് ഫ്രം പി ടു ക്യൂ ആൻഡ് ഇറ്റ് സ്പീഡ് ഈസ് ഗിവൻ ബൈ, ഒബ്സർവറിന്റെ സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് സൗണ്ട് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ പി നിന്ന് ക്യൂയിലേക്ക് പോകുമ്പോൾ അവൻ എത്ര ബീറ്റ്സ് കിട്ടും? ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പി ആണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഒബ്സർവർ ഈസ് മൂവിങ് അവേ ഫ്രം സോഴ്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു പി ഒബ്സർവർ ഈസ് മൂവിങ് അവേ ഫ്രം ദി സോഴ്സ്. അപ്പൊ അപ്പാരന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു ആക്ച്വൽ ഫ്രീക്വൻസി ഇൻറ്റു മൂവിങ് അവേ ആണെങ്കിൽ വി മൈനസ് വി ഒ ബൈ വി. വി എസ് 0 ആണ്. മൂവിങ് അവേ ആണെങ്കിൽ വി മൈനസ് വി ഒ ബൈ വി. ഇനി ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവർ മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ് ആണ് അല്ലെ? ക്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒബ്സർവർ മൂവിങ് ടുവേർഡ്സ് ദി സോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് n ഇൻറ്റു വി പ്ലസ് വി ഒ ബൈ വി എന്ന് എഴുതാം. വി പ്ലസ് വി ഒ ബൈ വി. സോ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ആണ് ചോദ്യം. n ഡബിൾ ഡാഷ് മൈനസ് n ഡാഷ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് n ബൈ വി കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ വി പ്ലസ് വി ഒ മൈനസ് വി ഒ എന്ന് കിട്ടും അല്ലേ? സോ n ബൈ വി ഇൻറ്റു 2 VO എന്ന് കിട്ടും. 2n VO by V എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 ഇൻറ്റു n ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 600 തന്നിട്ടുണ്ട്. VO ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്. മറ്റേത് 330 തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 0 ക്യാൻസൽ ആവും. പിന്നെ 2 ഇൻറ്റു 60 20/11 എന്ന് കിട്ടും അല്ലേ? 2 ഇൻറ്റു ശരിയാണോ? 660 ആണ്. സോറി 660 ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ? 2 ഇൻറ്റു 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 2 ഇൻറ്റു 2 4 കിട്ടും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ.
സോ അങ്ങനെ നമ്മൾ എൻ്റയർ സിലബസ് ഫസ്റ്റ് ഇയർ തീർത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ഇയർ തുടങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തുടങ്ങിയാലും നമുക്ക് എന്തായാലും തീർക്കാനും പറ്റില്ല. കാരണം ഇന്ന് തന്നെ സമയം, ഇനി നിങ്ങൾക്ക് കഷ്ടിച്ച് 10 ദിവസം ഉണ്ടോ. സോ അതുകൊണ്ട് ഞാൻ മേ ബി ചിലപ്പോഴേ സെക്കൻഡ് ഇയർ ചെയ്യുള്ളൂ. തുടങ്ങിയാലും എനിക്ക് തീർക്കാൻ പറ്റില്ല. സോ ഐ വിഷ് യു എ വെരി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എളുപ്പത്തിലൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ, സി യു, ടേക്ക് കെയർ. താങ്ക് യു.